ഏതായാലും അഖില ലോക മലയാളികൾക്കെല്ലാം പ്രസ് സ്റ്റോപ്പിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കേരളത്തിൻ്റെ സ്വന്തം ID കാർഡൊക്കെയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്തകൾ. മിക്ക പത്രങ്ങളും ക്രിസ്മസ് സംബന്ധിച്ചും ക്രിസ്മസ് ദിവസങ്ങളിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പലതരം അക്രമങ്ങൾക്കെതിരെയും എഡിറ്റോറിയലുകളൊക്കെ എഴുതിയിട്ടുണ്ട്. വിശദമായിട്ട് നമുക്ക് പോകാം. മലയാള മനോരമ എടുത്താൽ കേരളത്തിന് സ്വന്തം ID കാർഡ് ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ വാർത്ത തന്നെയാണ് ഒന്നാമത്തെ വാർത്തയെ നൽകിയിരിക്കുന്നത്. സ്വദേശവും സ്ഥിരതാമസവും തെളിയിക്കാൻ നേറ്റിവിറ്റി കാർഡ് ഇനി കേരളത്തിന് സ്വന്തം ID കാർഡുണ്ട്. സർക്കാർ സേവനങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. നമ്മളെല്ലാം അറിഞ്ഞ വാർത്തയാണെങ്കിലും ഒന്നാമത്തെ പ്രാധാന്യത്തോടു കൂടി ഒന്നാമത്തെ വാർത്തയായി മനോരമ അത് നൽകിയിരിക്കുന്നു. രാജ്യത്ത് പൗരത്വ രേഖ വിവാദം തുടരുന്നതിനിടെ വ്യക്തികൾക്ക് സ്വദേശം കേരളമാണെന്നും സ്ഥിരതാമസക്കാരാണെന്നും തെളിയിക്കാനുള്ള ആധികാരിക രേഖയായി നേറ്റിവിറ്റി കാർഡ് നൽകാൻ സംസ്ഥാന സർക്കാർ പദ്ധതിയിടുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ: സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ ആശങ്കാജനകമാണ്. അതിന് പരിഹാരമായി കേരളത്തിൻ്റെ നിർദ്ദേശമാണിത്, കേരളത്തിൻ്റെ ബദലാണിത് എന്ന് തുടങ്ങി മുഖ്യമന്ത്രി അതിന് നൽകിയ വിശദീകരണം ഇൻസെറ്റിൽ കൊടുത്തിരിക്കുന്നു. എന്താണ് ഈ സ്ഥിരം രേഖയെന്ന് വിശദീകരിക്കുന്നു. ഒരാൾ ജനിച്ചതും സ്ഥിരമായി താമസിക്കുന്നതും കേരളം നിലവിൽ നൽകുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിയമപ്രാബല്യമുള്ള രേഖയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പല ആവശ്യങ്ങൾക്ക് പലതവണ പല നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും. ഇതിന് പകരം സ്ഥിരം നേറ്റിവിറ്റി കാർഡ് കേരളം നൽകുന്നു എന്നുള്ളതാണ് വാർത്ത. ഇപ്പുറത്ത് രണ്ടാമത്തെ വാർത്ത അതിനോട് അനുബന്ധിച്ച് ചേർത്ത് വായിക്കണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നെങ്കിലും അതുമായി വേണമെങ്കിൽ രാഷ്ട്രീയമായി ചേർത്ത് വായിക്കാവുന്ന വാർത്ത. അവർ വീണ്ടും കന്നി വോട്ടർ എന്ന വാർത്തയാണ്. SIRൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ പുതുതായി വോട്ട് ചേർക്കണം. അതായത് അവരെ കന്നി വോട്ടർമാരായിട്ടേ വീണ്ടും കണക്കാക്കൂ. അപേക്ഷിച്ചാൽ അനുവദിക്കുക പുതിയ കാർഡും പുതിയ നമ്പറുമായിരിക്കും. അന്യായമായി ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൈമാറാൻ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. എത്രയാണ് നമ്പർ എന്നറിയാവോ? 24,08,503 പേരെയാണ് ഈ തീവ്ര പരിഷ്കരണത്തിന് ശേഷം വിവിധ വിഭാഗങ്ങളിൽ നിന്നായി കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. 24 ലക്ഷത്തിൽ പരം പേരെ. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പുറത്തായവർക്ക് മുന്നിലുള്ള ഏക മാർഗം പുതുതായി വോട്ട് ചേർക്കുക മാത്രമാണ്. ഇതിനായി സർക്കാർ പുതിയ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. ആ വാർത്തയും അവർ അതിനോട് അനുബന്ധിച്ച് ചേർത്തിട്ടുണ്ട്. മറ്റൊരു കൗതുകകരമായ വാർത്ത ചരിത്രപരമായൊരു തർക്കത്തെക്കുറിച്ചാണ്. എന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിറന്നാൾ എന്നതിൽ CPIയും CPMും തമ്മിലൊരു തർക്കം നടക്കുന്നത് ചരിത്ര കൗതുകമായി നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. CPIയെ സംബന്ധിച്ച് സമരവഴിയിലെ 100 പൂക്കൾ. CPIക്ക് നാളെ 100 വയസ്സ് തികയുകയാണ്. രണ്ടായി പിരിയുന്നതിനും ഏതാനും വർഷം മുമ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തേടിയൊരു ചോദ്യമെത്തി. പാർട്ടിയുടെ ജന്മദിനം ശരിക്കും എന്നാണ്? ചോദ്യം ഉന്നയിച്ച ഇന്തോനേഷ്യയിലെ സഖാക്കൾക്ക് ദേശീയ നേതൃത്വം ഒരു വട്ടം കൂടി ചർച്ച ചെയ്ത ശേഷം മറുപടി അയച്ചു. BT രണദിവെ ഒപ്പിട്ട കത്തായിരുന്നു ആ മറുപടി. AKG അടക്കം പ്രമുഖ നേതാക്കളെല്ലാം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ് ആ ദിവസം. 1925 ഡിസംബർ 26-നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI സ്ഥാപിച്ചത്. CPI രൂപീകൃതമായിട്ട് നാളെ 100 വർഷം തികയുകയാണ്. 1920 ഓഗസ്റ്റ് 17-ന് താഷ്കെൻഡിൽ കൂടിയ ആദ്യ ആലോചനാ യോഗമാണ് സ്ഥാപക ദിനമായി CPIM കണക്കാക്കുന്നത്. അതായത് 5 വർഷം മുമ്പ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടുവെന്ന് രണ്ട് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഈ വിഭജനാനന്തരം അതിന് മുമ്പുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മദിനം സംബന്ധിച്ച തർക്കം തുടരുന്നുണ്ട്. അതിൽ CPIയുടെ ജന്മദിനം നാളെ 100 വയസ്സ് തികയുന്നു എന്ന കൗതുക വാർത്ത വളരെ പ്രാധാന്യത്തോടെ മനോരമ നൽകിയിട്ടുണ്ട്. മനോരമയുടെ അടുത്ത പേജിൽ മലയാളം നിറഞ്ഞ MD വാസുദേവൻ നായർ വിടവാങ്ങിയിട്ട് ഇന്ന് ഒരാണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ ലേഖനം. മലയാള സാഹിത്യത്തിലെ മഹാവിസ്മയമായിരുന്നു MD. മലയാളികളുടെ 4 തലമുറകളുടെ സ്വപ്നത്തിലും ഹർഷത്തിലും ദുഃഖത്തിലും മരണത്തിലും വരെ ഹൃദയശ്രുതി ചേർന്നു നിന്നവയാണ് MDയുടെ കൃതികൾ. MDയെ വായിച്ച ഓരോരുത്തരും അവരവരെ തന്നെയാണ് വായിച്ചത്. വായനക്കാരൻ്റെ സ്വാനുഭവത്തിലേക്ക് ഇത്രയും ആഴത്തിൽ രചനാലോകത്തെ സംക്രമിപ്പിച്ച എഴുത്തുകാരൻ MDയെപ്പോലെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ. ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വാസുവേട്ടൻ പോയിട്ട് ഒരാണ്ട് കഴിഞ്ഞു. ഇപ്പോഴും അമ്മയെപ്പോലെ കൂടല്ലൂർ കാത്തിരിക്കുന്നുണ്ട്. അല്ല, മലയാളം മുഴുവൻ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഏകാന്ത വ്യഥകളിൽ അക്ഷര വെളിച്ചമായി MD വരും, വരാതിരിക്കില്ല. MDയുടെ നഷ്ടത്തിന് ഒരാണ്ട് എന്ന വാർത്ത മിക്ക പത്രങ്ങളിലും ലേഖനമായി പ്രമുഖരുടെ ഓർമ്മകളായി ഒക്കെ ഉണ്ട്. ഇനി മാതൃഭൂമിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക്
വെള്ളം ഒഴുക്കില്ല എന്നൊരു വാർത്തയാണ് അവർ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. അതായത് നദീ സംയോജന പദ്ധതി കേന്ദ്രം ഉപേക്ഷിച്ചു. കേരളം എതിർത്തു, കേന്ദ്രം വഴങ്ങി. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജനം പൂട്ടിക്കെട്ടിയിരിക്കുന്നു. പമ്പ അച്ചൻകോവിൽ നദികളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നതിനുള്ള നദീ സംയോജന പദ്ധതി കേരളത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് കേന്ദ്രം ഉപേക്ഷിച്ചു. പദ്ധതി നിർദ്ദേശം വന്ന 1991 മുതൽ കേരളം നിരന്തരമായി ഉയർത്തുന്ന എതിർപ്പിനാണ് അംഗീകാരമായത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന ദേശീയ ജലവികസന ഏജൻസിയുടെ 39ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലും നദികളുടെ അന്തസ്സംയോജനത്തിനായുള്ള പ്രത്യേക സമിതിയുടെ 24ാമത് യോഗത്തിലുമാണ് തീരുമാനം. 2 യോഗത്തിലും കേരളം കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു എന്ന് പറയുന്നു. മാതൃഭൂമിയുടെ 6ാം പേജിലേക്ക് പോയാൽ ഇന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്മസിനെ കുറിച്ചാണ്. കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതിനിധാനമാണ് ക്രിസ്മസ്. മനുഷ്യരാശിക്ക് വേണ്ടി കുരിശേറിയ യേശുക്രിസ്തുവിനെ ലോകം വാഴ്ത്തുന്ന തിരുനാൾ. ദൗർഭാഗ്യവശാൽ താഴെ മതസ്പർദ്ധയുടെ വാർത്തകളാണ് ഏതാനും ദിവസങ്ങളായി ക്രിസ്മസ് കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും കേൾക്കാനുള്ളത്. ഇപ്രാവശ്യവും അതിന് വ്യത്യാസമില്ല. ക്രിസ്ത്യാനികൾക്കും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും നേരെ കേരളമടക്കം പലയിടത്തും ആക്രമണങ്ങളും ഭീഷണികളും ഉയരുകയാണ്. ക്രിസ്മസിൻ്റെ സത്തയ്ക്കും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിനും വെല്ലുവിളിയാണിത്. കേന്ദ്ര സർക്കാരടക്കം ഇക്കാര്യങ്ങളിൽ കാര്യമായി, അതായത് ക്രിസ്ത്യൻ സമൂഹവുമായി അടുക്കാൻ BJP ഒക്കെ ശ്രമിക്കുമ്പോൾ പോലും ഈ ആക്രമണങ്ങൾക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം കേന്ദ്ര സർക്കാർ അടക്കം ഉയർത്തുന്നില്ല എന്ന് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ വിമർശിക്കുന്നു. മാതൃഭൂമിയുടെ 7ാം പേജിൽ ആരവല്ലി പ്രശ്നം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ തർക്ക വിഷയങ്ങളിലായി ആരവല്ലി വേണ്ടത്ര പ്രാധാന്യത്തോടെ വാർത്തകളിൽ വന്നു എന്നുള്ള കാര്യം സംശയമാണ്. ആരവല്ലിയിലെ ഈ പ്രകൃതി പ്രശ്നം. ഉന്നതാധികാര സമിതി അംഗീകാരം ഈ നിർവചനത്തിനില്ല. പുതിയ നിർവചനത്തെ അമിക്കസ് ക്യൂറിയും എതിർത്തതാണ് സൂചന. എന്താണ് നിർവചനം? തറനിരപ്പിൽ നിന്ന് 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ ആരവല്ലി കുന്നായി കണക്കാക്കുമെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിദഗ്ധ സമിതി ശുപാർശ സുപ്രീം കോടതിക്ക് കീഴിലുള്ള ഉന്നതാധികാര സമിതി തള്ളിപ്പറഞ്ഞതായി രേഖകൾ. ഒക്ടോബർ 13 മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതി ശുപാർശ കോടതിക്ക് നൽകിയത്. ജയ്പൂരിലെ SMS സ്റ്റേഡിയത്തിൽ നിന്ന് അമർ ജവാൻ ജ്യോതിയിലേക്ക് ജൻസിയുടെ നേതൃത്വത്തിൽ, ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ സേവ് ആരവല്ലി പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നവരുടെ ചിത്രവും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഈ ചിത്രം വിവിധ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ സമരത്തിൻ്റെ വിവിധ ഫ്രെയിമുകൾ വിവിധ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഒപ്പം 13ാം പേജിൽ ഇന്നലെ നടന്ന വിജയ് ഹസാരെ ക്രിക്കറ്റിലെ റൺ മഴയെക്കുറിച്ച് എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തകളുണ്ട്. രസകരമായ തലക്കെട്ടുകളുണ്ട്. മാതൃഭൂമിയിൽ ഇങ്ങനെയാണ്: വിജയ് ഹസാരെ ക്രിക്കറ്റിൽ റൺ മഴയെന്നോ പ്രവാഹമെന്നോ പറഞ്ഞാൽ മതിയാകില്ല. ഇത് ബാറ്റിംഗ് വിസ്ഫോടനമായിരുന്നു നടന്നത്. സൂപ്പർ താരങ്ങളെല്ലാം കളത്തിലിറങ്ങി. വിജയ് ഹസാരെ ട്രോഫിയിൽ ആദ്യ ദിവസം പിറന്നത് ഒരു ഇരട്ട സെഞ്ചുറി അടക്കം 22 സെഞ്ചുറികൾ. റെക്കോർഡ് ബിഹാർ 574, സൂര്യവംശി 84 പന്തിൽ 190, സാക്കിബ് ഉൾ ഗനി 32 പന്തിൽ 100, ആകെ 38 സിക്സ് അടിച്ചു എന്ന് തുടങ്ങി ആ കളിയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി നൽകുന്നു. ദേശാഭിമാനി എടുത്താൽ ഇന്ന് ഹാപ്പി ക്രിസ്മസ് ചുവന്നിരിക്കുകയാണ് ദേശാഭിമാനി. അതിന്ന് ക്രിസ്മസിൻ്റെ ചുവപ്പാണ്. ഇന്ന് ഹാപ്പി ക്രിസ്മസ്, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ്. തിരുപ്പിറവിയുടെ ആശംസകൾ വായനക്കാർക്ക് നൽകുന്നു. ഒപ്പം ലോക് ഭവനിൽ ക്രിസ്മസ് അവധി നിഷേധിച്ച വാർത്ത അതോടൊപ്പമുണ്ട്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവനിൽ ഇന്ന് ക്രിസ്മസ് അവധി നിഷേധിച്ചു. വ്യാഴാഴ്ച മുതൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കാനും നിർദ്ദേശം നൽകി. അതായത് UP യിലടക്കം ക്രിസ്മസ് അവധി നിഷേധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ലോക് ഭവനിലെ ജീവനക്കാർക്ക് അവധിയില്ല, നിർബന്ധമായും ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഉള്ളിലേക്ക് ഇത് LDF മാത്രമാണ് BJP ചെറുക്കുന്നത്. സ്ഥിരം നേറ്റിവിറ്റി കാർഡ് പ്രഖ്യാപിച്ചതടക്കം വാർത്തകൾ 1ാം പേജിലുണ്ട്. 3ാം പേജിൽ പ്രാധാന്യത്തോടെ 1ാം പേജിൻ്റെ പ്രാധാന്യത്തോടെ വീണ്ടും ഒരു തലക്കെട്ടായി കൊച്ചിയിൽ കൂട്ടത്തല്ല്, മേയർ പദവി കൊച്ചിയിലെ കാര്യമാണ്. കോർപ്പറേഷൻ മേയറായി I ഗ്രൂപ്പിലെ VK മിനിമോളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടത്തല്ലാണ്. KC വേണുഗോപാൽ വിഭാഗത്തെ തീർത്ത പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടുള്ള പടനീക്കത്തിന് പിന്നാലെ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി ഇരു വിഭാഗവും ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അടികലശലിൻ്റെ വിശദാംശങ്ങൾ ദേശാഭിമാനി വിശദമായി നൽകിയിരിക്കുന്നു. ബാഹുബലി കുതിച്ചു, ബ്ലൂബേർഡ് ലക്ഷ്യം കണ്ടു. അതായത് LVM-3 ശ്രീഹരിക്കോട്ടയിൽ ഇന്നലെ വിജയകരമായി വിക്ഷേപിച്ച വാർത്ത. 6100 കിലോ ഭാരമുള്ള ഉപഗ്രഹത്തെ ലക്ഷ്യത്തിലെത്തിച്ച ISROയ്ക്ക് ചരിത്ര നേട്ടം. ബാഹുബലി എന്ന് വിശേഷിപ്പിക്കുന്ന LVM-3 M6 റോക്കറ്റിൻ്റെ കരുത്തിൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഭ്രമണപഥത്തിലെത്തി എന്ന വാർത്ത പ്രാധാന്യത്തോടെ പ്രാധാന്യത്തോടെ ഈ 3ാം പേജിൽ 2ാമത്തെ വാർത്തയായി അവർ നൽകിയിരിക്കുന്നു. 6ാമത്തെ പേജിൽ സർഗാത്മകതയുടെ പര്യായം എന്ന് പറഞ്ഞ് ഡോക്ടർ M. ലീലാവതി MDയെ ഓർമ്മിക്കുകയാണ്. MD ഇവിടെ വാങ്ങിയിട്ട് ഇന്ന് 1 വർഷം. മനുഷ്യ ദൗർബല്യങ്ങളും മനുഷ്യോർജ പ്രകാരങ്ങളും ഒരേ തരത്തിൽ സത്യോജ്വലമാക്കിയതാണ് MDയുടെ സർഗത്വത്തിൻ്റെ കരുത്ത്. ഈ കരുത്ത് സർഗാത്മക പത്രപ്രവർത്തനത്തിലെന്ന പോലെ വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ ജീവിത മേഖലകളിലെല്ലാം ഒരുപോലെ പുലർത്തുന്നതിൽ ആരോടും വിധേയത്വമില്ലെന്ന് പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം. നോട്ട്
നോട്ട് റദ്ദാക്കൽ എന്ന രാഷ്ട്രീയ തീരുമാനത്തെ എതിർത്തത് അതിൻ്റെ ഒരു നിദർശനമാണ് എന്ന് പറഞ്ഞ് MD വല്ലപ്പോഴും പറഞ്ഞ രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നിനെ എടുത്തു കാട്ടിക്കൊണ്ട് ദേശാഭിമാനി MDയെ ഓർമ്മിക്കുന്നു. അടുത്ത പേജിൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നുണ്ട് എന്ന ബൈബിൾ വചനത്തെ ഡീകൺസ്ട്രക്ട് ചെയ്ത് അടുത്ത തലക്കെട്ട് ക്രൈസ്തവ വേട്ട തുടർന്ന് സംഘപരിവാർ. BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ അനുവദിക്കാത്ത സംഘപരിവാർ സംഘടനകളുടെ അതിക്രമങ്ങൾക്ക് ഒത്താശയുമായി പോലീസും സർക്കാരും അധികൃതരും എന്ന വാർത്ത. സാന്റാക്ലോസ് വേഷം വേണ്ട, രാജസ്ഥാനിലെ സ്വകാര്യ സ്കൂളുകളിൽ സാന്റാക്ലോസ് വേഷം ധരിക്കരുതെന്നുള്ള നിർദ്ദേശം. അപൂർവമായ ക്രിസ്മസ് സമ്മാനമെന്ന് പറഞ്ഞ് ദ കാത്തലിക് കണക്ട് കഴിഞ്ഞ 15 ദിവസത്തിനിടെ രാജ്യവ്യാപകമായി നടന്ന ആക്രമണങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ചുള്ള വാർത്ത. ഛത്തീസ്ഗഡിൽ ബന്ദ് നടത്തി ഹിന്ദുത്വ സംഘടനകൾ, അവിടെ ആക്രമണം ഇവിടെ ആഘോഷം എന്ന് തുടങ്ങി അതിൻ്റെ വിശദാംശങ്ങൾ ദേശാഭിമാനി വിശദമായി നൽകുന്നു. ദീപിക എടുത്താൽ വിദ്വേഷ സംഘങ്ങൾക്ക് വെളിച്ചമാകട്ടെ എന്ന് പറഞ്ഞ് അവരിന്ന് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസ്. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ മതവേഷം കിട്ടിയ തമോഗർത്തങ്ങൾക്ക് വിഴുങ്ങാനാകാത്ത ലോകത്തിൻ്റെ പ്രകാശത്തിലേക്ക് നടക്കാം. അതായത് ഇപ്പോൾ അധികാരത്തിൻ്റെ പിൻബലത്തിൽ വെറുപ്പും വിദ്വേഷവും വ്യാപിപ്പിച്ച് ക്രൈസ്തവർക്കെതിരെ തിരിയുന്നത് ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുത്വ വർഗീയവാദികളാണ് എന്ന് പറയുന്നു ദീപിക. ഒപ്പം ദീപികയിൽ SIT സംഘം ചെന്നൈയിലേക്ക് തിരിക്കുന്നു എന്ന ദേശാഭിമാനിയുടെ വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയിൽ നിന്ന് മൊഴിയെടുക്കും. ആരാണ് ഈ ഡി മണി? ഉള്ളയാളാണോ ഇല്ലാത്തയാളാണോ എന്നൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തകളുണ്ടായിരുന്നു. ഡി മണി ഉണ്ട്. അവിടെ അദ്ദേഹം ഒരു ഈ പുരാവസ്തു മാഫിയയുടെ ഭാഗമാണെന്നൊക്കെ ചിലർ പറയുന്നു. ഏതായാലും പുരാവസ്തു ബിസിനസ് നടത്തുന്നയാളാണ്, അയാളിൽ നിന്ന് മൊഴിയെടുക്കുമെന്നുള്ള വാർത്ത വരുന്നു. മാധ്യമത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കേരളീയത്വം തെളിയിക്കാം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വരെ നേറ്റിവിറ്റി കാർഡ്, സർക്കാർ സേവനങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി ഇത് ഉപയോഗിക്കാം എന്ന കേരള സർക്കാരിൻ്റെ തീരുമാനം ഒന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നു. പ്രതിഷേധിച്ച അതിജീവിതയ്ക്ക് നേരെ പോലീസ് അതിക്രമം എന്ന വാർത്ത ഉള്ളിലുണ്ട്. ഉന്നാവോയിലെ കാര്യമാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ BJP അംഗം കുൽദീപ് സിംഗ് സേവറിൻ്റെ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ചതിലും ജാമ്യം അനുവദിച്ചതിലും പ്രതിഷേധിച്ച അതിജീവിതയ്ക്കും പ്രായമായ മാതാവിനും നേരെ പോലീസ് അതിക്രമം. അവരെ പോലീസ് അതിജീവിതയെ വലിച്ചിഴച്ചു എന്ന വാർത്തയുണ്ട്. ജന്മഭൂമിയിലെ ഒന്നാമത്തെ വാർത്ത കൗതുകകരമാണ്. നേറ്റിവിറ്റി കാർഡിൻ്റെ മറവിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ രാജ്യവിരുദ്ധ നീക്കം. നുഴഞ്ഞുകയറ്റക്കാർക്ക് പൗരത്വം നൽകാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യവിരുദ്ധ നീക്കമാണ് നടക്കുന്നത് എന്ന് പറയുന്നവർ എഡിറ്റോറിയൽ ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന രാജ്യദ്രോഹ യാത്രകൾ. കോൺഗ്രസ് നേതാവ് രാഹുൽ ജർമ്മനിയിൽ നടത്തുന്നത് രാജ്യദ്രോഹ യാത്രയാണെന്ന് പറയുന്നു. അതായത് ഈ രാജ്യമെന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ BJP ആണ്. BJP എതിർക്കുകയോ BJP നയങ്ങളെ എതിർക്കുകയോ ചെയ്താൽ രാജ്യവിരുദ്ധ നീക്കമാണെന്ന് പറയുന്ന അവരുടെ കേന്ദ്ര കമ്മിറ്റി മുതൽ താഴേക്കുള്ള എല്ലാവരുടെയും നയം അവരും പിന്തുടരുന്നു. എതിർത്താലുടൻ പിടിച്ച് രാജ്യദ്രോഹികളാക്കി കളയും. BJPയും ജന്മഭൂമിയും. വീക്ഷണം പത്രത്തിലേക്ക് വരികയാണെങ്കിൽ, വിജയനെ തോൽപ്പിക്കാനാവില്ല. സറ്റേറിക്കലായിട്ടൊരു ഹെഡ്ലൈനാണ്. തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കാതെ മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗത്തിനും ന്യായീകരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFൻ്റെ തോൽവിക്ക് കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെന്ന് CPM വിലയിരുത്തിയിട്ടോ അത് അംഗീകരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഇന്നലത്തെ ഹെഡ്ലൈനെക്കുറിച്ച് അവർ നൽകിയിരിക്കുന്നത്. ഈ കാർഡിനെക്കുറിച്ചുള്ള വാർത്തയൊന്നും ഏതായാലും മുൻപേജിൽ കാണുന്നില്ല. അശാന്തമസം, കലാപം നിയന്ത്രിക്കാൻ സൈന്യമിറങ്ങി എന്നുള്ള വാർത്ത തൊട്ടിപ്പുറത്തുണ്ട്. അസമിലെ അക്രമബാധിതമായ വെസ്റ്റ് കർബി ആംഗ്ലോങ്ങിൽ സൈന്യത്തെ വിന്യസിച്ചു. വെസ്റ്റ് കർബി ആംഗ്ലോങ് ജില്ലയിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 38 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 45 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. കേരളകൗമുദിയിലും സ്ഥിരം നേറ്റിവിറ്റി കാർഡ് വരും. ഒന്നാമത്തെ വാർത്തയാണ്. സുപ്രഭാതത്തിൽ ഉന്നാവോ അതിജീവിതയ്ക്കെതിരെ നേരത്തെ പറഞ്ഞ വാർത്ത ഇരവേട്ട എന്ന പേരിൽ അവർ ഒന്നാമത് നൽകിയിരിക്കുന്നു. കേരളത്തിന് സ്വന്തം നേറ്റിവിറ്റി രേഖ എന്നാണ് സിറാജിൻ്റെ പ്രധാന വാർത്ത. വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വേട്ടയിൽ ആശങ്ക ഉണ്ടെന്ന്, പ്രതിഷേധമുണ്ടെന്ന്. ഒപ്പം വെള്ളാപ്പള്ളിയെ വീണ്ടും മുഖ്യമന്ത്രി മഹാനാക്കുന്നു എന്ന പ്രതിഷേധം ചന്ദ്രിക വാർത്തയിലും പറയുന്നു. വായനക്കാർക്കെല്ലാം വീണ്ടും ഏറ്റവും ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് പ്രസ് അവസാനിപ്പിക്കുന്നു. സേതു.